2025 ജൂൺ 28 പുലർച്ചെ 2 മണിയോടെ നവജാത ശിശുക്കളുടേതെന്ന് അവകാശപ്പെട്ട് ഒരു കൂട്ടം അസ്ഥിയടങ്ങിയ ബാഗുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മദ്യപാനി എത്തുന്നു. ആദ്യം പോലീസ് ഇത് വിശ്വസിച്ചില്ലെങ്കിലും ബാഗ് തുറന്നു പരിശോധിക്കവേ പോലീസ് ഞെട്ടുന്നു. നവജാത ശിശുക്കളുടേതെന്ന് അവകാശപ്പെട്ട് ആമ്പല്ലൂർ ചേനക്കാല വീട്ടിൽ 25-കാരനായ ഭവിൻ എന്ന യുവാവാണ് വന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ കേരളം ഞെട്ടിയ കൊലപാതക കഥയാണ് പുറത്തുവന്നത്. അന്വേഷണത്തിനൊടുവിൽ തൃശൂരിൽ ലാബ് ടെക്നീഷ്യനായി ജോലി നോക്കുന്ന വെള്ളിക്കുളങ്ങര നൂലുവള്ളി മുല്ലകപ്പറമ്പിൽ അനീഷ എന്ന 22-കാരി കുഞ്ഞുങ്ങളുടെ മാതാവ് അറസ്റ്റിലാകുന്നു. വെള്ളിക്കുളങ്ങര സ്വദേശിയായ 22-കാരിയാണ് കുഞ്ഞുങ്ങളുടെ അമ്മയെന്നും രഹസ്യബന്ധത്തിലുണ്ടായ 2 കുഞ്ഞുങ്ങളെയും പ്രസവിച്ചയുടൻ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നും ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. ഇയാൾ മദ്യപിച്ച നിലയിലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന ആദ്യ വിവരം. 3 വർഷം മുമ്പ് ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയെ യുവതിയുടെ വീട്ടിലും 2 വർഷം മുൻപ് രണ്ടാമത്തെ കുട്ടിയെ പുതുക്കാടും കുഴിച്ചുമൂടിയെന്നാണ് പ്രാഥമികമായി ഭവിൻ നൽകിയ മൊഴി. അനീഷയും ഭവനും പ്രണയിതാക്കളായിരുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കഥ പോലീസ് അന്വേഷിച്ചെത്തിയത് ഇതുവരെയാണ്. അനീഷയും ഭവനും പ്രണയിതാക്കളായിരുന്നു. ഇരുവരും ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. തുടർന്ന് അനീഷ ഗർഭിണിയാകുന്നു. ഗർഭം മറച്ചുവെക്കാൻ വയറ്റിൽ തുണി കെട്ടിയും ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഒടുക്കം 2021 നവംബർ 6 ആദ്യത്തെ കുഞ്ഞു ജനിക്കുന്നു. യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണ് അനീഷ പ്രസവിക്കുന്നത്. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ പൊക്കൽക്കൊടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചെന്നായിരുന്നു യുവതി മൊഴി നൽകിയത്. പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതെന്നും മൊഴി മാറ്റി. വീട്ടിലെ ശൗചാലയത്തിൽ വെച്ചായിരുന്നു പ്രസവം നടന്നത്. ജനിച്ചത് ആൺകുഞ്ഞാണെന്നും ആൺകുഞ്ഞ് മരിച്ചെന്നും തുടർന്ന് വീടിന് സമീപം പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്നുമാണ് അനീഷ തന്നോട് പറഞ്ഞതെന്ന് ഭവിൻ മൊഴി നൽകി. കുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങ് നടത്തുന്നതിനായി അസ്ഥികൾ എടുത്തു വെക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടെന്നും അപ്രകാരമാണ് അസ്ഥി എടുത്ത് സൂക്ഷിച്ചതെന്നും ഭവിൻ പറയുന്നു. തൊട്ടടുത്ത സംഭവം നടക്കുന്നത് 2024 ഓഗസ്റ്റ് 29 ആദ്യ പ്രസവം പോലെ തന്നെ അനീഷ യൂട്യൂബ് നോക്കി ടോയ്ലറ്റിൽ വെച്ച് ഈ കുഞ്ഞിനും ജന്മം നൽകി. ജനിച്ചയുടനെ ആൺകുഞ്ഞ് മരിച്ചതായി യുവതി അറിയിക്കുകയും ഭവിന്റെ വീട്ടിലേക്ക് മൃതദേഹവുമായി യുവതി എത്തുകയും ചെയ്തു. പിന്നീട് ഇവർ മൃതദേഹം അവിടെ കുഴിച്ചിട്ടു. നവജാത ശിശുക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അനീഷയ്ക്ക് PCOD ഉണ്ടെന്നും ഇടയ്ക്കിടെ വണ്ണം കൂടുകയും കുറയുകയും ചെയ്യുമെന്നുമൊക്കെ അമ്മ സുമതി നൽകുന്ന മൊഴിയുണ്ട്. മകൾ ഗർഭിണിയായിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ല. ഗർഭിണിയാണെന്നതിനെ പറ്റി യാതൊരു സൂചനകളും ഉണ്ടായിരുന്നില്ല. ഒരു സമയത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നുമാണ് സുമതി പോലീസിന് നൽകുന്ന മൊഴി. അതേസമയം അനീഷ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്ത് കുഴിയെടുത്തപ്പോൾ അയൽവാസിയായ ഗിരിജ കണ്ടുവെന്നും തുടർന്ന് ഈ പദ്ധതി മാറ്റി പകരം വീടിന് സമീപം മറ്റൊരു മാവിൻ ചുവട്ടിൽ കുഞ്ഞിനെ കുഴിച്ചിടുകയുമായിരുന്നു. അനീഷ 3 കൊല്ലം മുമ്പ് വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നുവെന്നാണ് അയൽവാസി ഗിരിജയുടെ വെളിപ്പെടുത്തൽ. അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്തായിരുന്നു ഈ സംഭവം എന്നാണ് കരുതുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും ഗിരിജ കണ്ടുവത്രേ. ഇക്കാര്യം നാട്ടിൽ പറഞ്ഞു പരത്തിയെന്ന് കാട്ടി അനീഷയുടെ സഹോദരൻ അനീഷ പോലീസിൽ പരാതി നൽകുന്നുണ്ട്. വെള്ളിക്കുളങ്ങര പോലീസ് ഗിരിജയെ വിളിപ്പിച്ചപ്പോൾ താൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അറിയിച്ചതോടെ ഗിരിജയെ വിട്ടയക്കുകയായിരുന്നു. ഇനി ഇതുപോലെ ഉണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനും പോലീസ് പറഞ്ഞെന്ന് അനീഷയുടെ അയൽവാസിയായ ഗിരിജ പോലീസിന് ഇപ്പോഴും മൊഴി നൽകുന്നുണ്ട്. അനീഷ ഗർഭിണിയായ വിവരം നാട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. അനീഷയുടെ അമ്മ തന്നെയാണ് പറഞ്ഞതെന്നും ഗിരിജ നൽകുന്ന മൊഴിയിലുണ്ട്. ഗിരിജയുടെ സാക്ഷിമൊഴി റൂറൽ SP B കൃഷ്ണകുമാറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗിരിജയുടെ വീട്ടിൽ പോലീസ് എത്തി മൊഴിയെടുത്തിട്ടുണ്ട്. അതായത് അനീഷയുടെ അമ്മ നൽകിയ മൊഴി വിശ്വസിക്കണോ വേണ്ടേ എന്ന് പോലീസിന് ഇനിയും അന്വേഷണത്തിലൊടുവിൽ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കുടുംബം ഒന്നാകെ നടത്തിയ ആസൂത്രിത കൊലപാതകമാണോ ഇതെന്നും സംശയം വരുന്നുണ്ട്. കുട്ടികളെ കൊന്നത് അനീഷയാണെങ്കിലും കൊല്ലാനും തെളിവ് മറച്ചു വയ്ക്കാനും ഭവൻ കൂട്ടുനിന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയത് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോഴാണ്. അനീഷ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇവർ മറ്റൊരു വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്നതായി ഭവന് സംശയമുണ്ടായി. ഇത് കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് കാരണമാകുന്നു. തുടർന്നാണ് സംഭവം വെളിയിൽ പറയാൻ ഭവിൻ തയ്യാറായത്. അനീഷയുടെ മൊബൈൽ ഫോൺ ഭവിൻ എറിഞ്ഞു തകർത്തതായും ഇതിൽ മരിച്ചുപോയ കുട്ടികളുടെ ചിത്രങ്ങളുണ്ടെന്നും സൂചനകളുണ്ട്. അനീഷ ബന്ധം അവസാനിപ്പിക്കുന്നതിലെ ദേഷ്യം കൊണ്ടാണ് മദ്യപിച്ച ശേഷം ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഞെട്ടിക്കുന്ന വിവരം മുഴുവൻ ആളുകളെയും അറിയിക്കുന്നത്. നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അനീഷയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കുഞ്ഞുങ്ങളെ മുഖം പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തിയതായി FIR ഇട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരമ്മയാണ് തൻ്റെ 2 കുഞ്ഞുങ്ങളെയും മുഖം പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞിരിക്കുന്നത്. കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സമയമാണിത്.